KSCB നടപടിയെ കെട്ടിമുറിച്ച് നശിപ്പിച്ച നടപടിയെ നിഷേധിക്കുക നാട്ടാരെ, നിഷേധിക്കുക നാട്ടാരെ. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, പ്രതിഷേധമാർച്ച് സിന്ദാബാദ്, പ്രതിഷേധമാർച്ച് സിന്ദാബാദ്.
മുറിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം 4.5 ലക്ഷത്തോളം വീടുകളിലും ഏതാണ്ട് ഓഫീസുകള്, ആശുപത്രികള്, ബാങ്കുകള്, അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങി നിത്യ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ എല്ലാ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന രീതിയിലാണ് ഈ ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്ന നമ്മുടെ കേബിളുകൾ ഈ കാപാലികന്മാർ നശിപ്പിച്ചിട്ടുള്ളത്. KCB നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ സൗഹൃദപരമായി കേബിൾ TV മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. ഒപ്പം ഈ KCB ജീവനക്കാരോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ട് അവര് ആവശ്യപ്പെടുന്ന മുഴുവൻ സമയത്തും നമ്മൾ ഏത് സമയത്തായാലും നമ്മുടെ ജീവനക്കാരും കേബിൾ ഓപ്പറേറ്റർമാരും അവരൊപ്പം പോവുകയും അവരുടെ പ്രവർത്തനത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ കേബിൾ TV നടത്തി വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് യാതൊരു മുന്നറിയിപ്പും തരാതെ നിയമാനുസൃതമായി നമ്മൾ പൈസ അടച്ച് കെട്ടിയിട്ടുള്ള കേബിളിലേക്ക് കൂടി പോകുന്ന കേബിളുകൾ ചില സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് മുറിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. മുറിച്ച് തന്നെ നമുക്ക് പറയാൻ മനസ്സിലാക്കാം. ഒരു ചെറിയ മുറിയൊക്കെ മുറിച്ച് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ ഫൈബറുകൾ KCB ജീവനക്കാർക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിലാണെങ്കിൽ അത് പ്രശ്നമില്ല. ഇത് 10-200 മീറ്ററോളം കേബിളുകൾ 4-5 സ്ഥലത്ത് നിന്ന് കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മുറിച്ച് നശിപ്പിക്കുക എന്നൊരു നമുക്ക് കൈയും കെട്ടി നോക്കാൻ പറ്റുന്ന ഒരു സംഭവമേയല്ല. ഇതിനൊരു ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുമ്പോൾ KCB ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ചെയ്ത കമന്റുകൾ കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവര് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കേബിൾ TVക്കാരുടെ ചില മനോഭാവം കണ്ടു കഴിഞ്ഞാൽ ഇത് കേബിൾ TV പോസ്റ്റിലെ കൂടി കേബിൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന എന്ന രീതിയിലേക്ക്. പക്ഷേ യഥാർത്ഥ ഉദ്യോഗസ്ഥൻ തെറ്റിയിട്ടില്ല. അതേപോലെ ശരിയാണ്. ഏതാണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ പൈസ നമുക്കറിയാം. 2002 മുതൽ കേബിൾ TV പോസ്റ്റുകൾ ഓർഡറൈസ് ചെയ്ത് പൈസ അടച്ചിട്ടാണ് നമ്മൾ വരുന്നത്. 400 രൂപ ഒരു പോസ്റ്റിന് പൈസ അടച്ചുകൊണ്ട് നമ്മൾ 22 വർഷമായി നമ്മളെ പോസ്റ്റ്. നിങ്ങൾക്ക് ഒരു പോസ്റ്റിന്റെ വില എടുത്ത് മനസ്സിലാക്കും. തീർച്ചയായും ആ പോസ്റ്റ് കേബിൾ TVക്കാരുടെ ഔദാര്യം തന്നെയാണ്. ഈ പൈസ അടച്ചുകൊണ്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാത്രം കാര്യം എടുത്താൽ ഏതാണ്ട് നമുക്ക് 35 ലക്ഷം രൂപ ഒരു മാസം നമ്മൾ KCBക്ക് റെന്റ് 35 ലക്ഷം രൂപ ഒരു മാസം നമ്മൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ മാത്രം കാര്യമാണ്. ഇത് നമ്മൾ ഓൾ കേരള ബേസിൽ നമ്മൾ വരുമ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ട് എത്ര രൂപ 10-35 കോടി രൂപ നമ്മൾ KCBക്ക് അടച്ചുകൊണ്ടാണ് ഈ കേബിൾ ഇതിലെ വലിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളിനി ഇതിന്റെ ഒരു കണക്കെടുത്താൽ കണ്ണൂർ ജില്ലയിൽ 2 ലക്ഷം പോസ്റ്റുകളാണ് KCB വിതരണത്തിന് വേണ്ടി KCB അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 1,70,70,000 പോസ്റ്റും ചെറുകിട കേബിൾ TV കേരള മിഷന്റെ കേബിൾ TV ഓപ്പറേറ്റർ ഫൗണ്ടേഷന്റെ കീഴിൽ നിൽക്കുന്ന ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരാണ് 1,70,70,000 പോസ്റ്റിലധികം എടുത്തിട്ടുള്ളത്. ബാക്കി ഇവിടെ ഇതേ നമ്മൾ വിളിച്ച അതേ രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും സെന്ററിൽ വിളിച്ചിട്ടുള്ള BSNL ഇവിടെ വിളിച്ചിട്ടുള്ളത് 15,000 പോസ്റ്റാണ്. അതുപോലെ തന്നെ ജിയോ, മറ്റ് കമ്പനികൾ പ്രൈവറ്റായിട്ടുള്ള ക്യാമറ വെക്കാനും CC ക്യാമറ വെക്കാനും മറ്റ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ISP ബ്രോഡ്ബാൻഡ് ഉള്ളത്. മറ്റ് 11 ISP ഉണ്ട്. ഇവർക്കൊക്കെ ആകെ കൊടുത്തിട്ടുള്ള ടോട്ടൽ എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന 20,000 പോസ്റ്റുകൾ മാത്രം. ഇവിടെയാണ് ഇത്രയും പൈസ അടച്ച് ഇത്രയും KCBയോട് സഹകരിച്ച് മുന്നോട്ട് വരുന്ന നമ്മുടെ കേബിൾ ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ചില ജീവനക്കാർ മുഴുവൻ പേരെയും ഞാൻ എടുത്ത് പറയുന്നില്ല. കേബിൾ നശിപ്പിച്ചുകൊണ്ട് അവരുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് വരുമ്പോൾ കേബിൾ ഓപ്പറേറ്ററിന്റെ കൈ കെട്ടി നോക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇന്നിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഇതിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് പി ശിവകുമാർ, അദ്ദേഹത്തെ ഞാൻ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി പ്രതിഷേധം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ നഗരസഭാ ഉപാധ്യക്ഷയായിട്ടുള്ള അഡ്വക്കേറ്റ് പി ഇന്ദിര അവர்களാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ഈ ധർണാ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അഭിവാദ്യ പ്രസംഗം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ജോർജ് പ്ലാന്തോട്ടം INTU ജില്ലാ പ്രസിഡന്റ്, അനിൽകുമാർ AIETUC ജില്ലാ വൈസ് പ്രസിഡന്റ്, രാജൻ PK DMS ജില്ലാ വൈസ് പ്രസിഡന്റ്, AM കരീം STU ദേശീയ വൈസ് പ്രസിഡന്റ്, സുധാകരൻ K വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ്, C മനോഹരൻ വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ഏരിയ സെക്രട്ടറി, ജയകൃഷ്ണൻ V CY സംസ്ഥാന കമ്മിറ്റി അംഗം, സജീവ് കുമാർ K CY സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയവരെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ധർണാ സമരത്തിൽ അഭിവാദ്യം ചെയ്ത് പ്രതിഷേധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള മുഴുവൻ കേബിൾ TV ഓപ്പറേറ്റർമാരെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗം നിയന്ത്രിക്കാൻ വേണ്ടി അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ജില്ലാ സെക്രട്ടറി MR ജോഷി, അതുപോലെ തന്നെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് പി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, അതുപോലെ തന്നെ വിവിധ സംഘടനകൾ പ്രതികരിച്ച് കൂടി എത്തിച്ചേർന്നിട്ടുള്ള ബന്ധപ്പെട്ടത് ഓപ്പറേറ്റർമാരുടെ സുഹൃത്തുക്കൾ. ഞാൻ അധ്യക്ഷ പ്രസംഗം ഇതിനിടയിൽ നടത്താം, അതിനുശേഷം നടത്താം. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ ആഗോളമായിട്ട് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ശ്രീ ജയകൃഷ്ണൻ
ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ഉപാധ്യക്ഷ പി ഇന്ദിര അവർ, ഇവിടെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ, അതുപോലെ വ്യാപാരി സംഘടനയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട COA നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്നലെ വൈകിട്ട് തൊട്ട് പല കോണുകളിൽ നിന്നും വരുന്നൊരു ചോദ്യമാണ്, പ്രത്യേകിച്ച് KCB-കാരുടെ. ഈ കേബിൾ മുറിച്ചത് ആദ്യമായിട്ടല്ലല്ലോ. നിങ്ങൾ കേബിൾ മുറിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, നമ്മളൊക്കെ ഇത് അനുഭവിച്ചതാണ്. കഴിഞ്ഞ 20 വർഷത്തോളമായി KCB-യുടെ ഭാഗത്തുനിന്നുള്ള നിരന്തര പീഡനത്തിന് ഇരയായ ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആവേശത്തിൽ, ഇത്ര ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറായത്. ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ, സ്വയം തൊഴിൽ സംരംഭമായ ചെറുകിട ഓപ്പറേറ്റർമാരോട് KCB നാളിതുവരെ കാണിച്ചിട്ടുള്ളത് ഏറ്റവും നീചമായ സമീപനമാണ്. ആദ്യകാലത്ത് കേരളത്തിലെ ആദ്യത്തെ കുത്തക കമ്പനിയായ ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ കേബിൾ ടി മേഖലയിലേക്ക് കടന്നു വന്നപ്പോ 1 രൂപ നിരക്കിൽ അൺലിമിറ്റഡ് പോസ്റ്റുകൾ കണ്ണമില്ല. കേരളത്തിലെ മുഴുവൻ പോസ്റ്റുകളും 1 രൂപ വാർഷിക വാടകയിലാണ് KCB അവർക്ക് തീരെഴുതി കൊടുത്തത്. നമ്മൾ ഈ ആവശ്യമായി KCB-യെ സമീപിച്ചപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ ഇതിന് അർഹരല്ല, ഞങ്ങൾക്ക് ഇതിന് അർഹതയില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പോസ്റ്റ് വീണ്ടും അനുഭവിച്ചിട്ടുള്ളത്. അപ്പൊ 1 രൂപക്ക് KCB-ക്ക് കൊടുത്ത പോസ്റ്റ് സാധാരണ ചെറുകിട സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ ഓപ്പറേറ്റർമാർക്ക് അനുഭവിച്ചിട്ടും അതിന്റെ റേറ്റ് 17 രൂപയായി. ആ 17 രൂപയിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർത്തി ഇന്ന് നഗരത്തിൽ 500 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 300 രൂപയുമായി ആ പോസ്റ്റിന് നിരക്ക് ഉയർന്നു കഴിഞ്ഞു. ഇവിടെ ബഹുമാന്യായ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. കാരണം ഒരു പോസ്റ്റ് ഉണ്ടാക്കാനുള്ള വില 2000 രൂപ താഴെയാ. 20 വർഷം കൊണ്ട് ഞങ്ങൾ കൊടുത്ത പൈസ അതിന്റെ എത്രയോ ഇരട്ടിയാണ്. തീർച്ചയായിട്ടും ഈ പോസ്റ്റിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്താ ഇത്ര അധികാരം? തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ KCB ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മാസം എണ്ണി വാങ്ങുന്ന ശമ്പളത്തിലെ ഒരു ഭാഗം ഞങ്ങളുടെയും ഒരു അധ്വാനത്തിന്റെ ഫലമാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഇന്നലെ ചെയ്ത കാടത്തരം നിങ്ങളുടെ അന്നമുട്ടിക്കുന്ന പടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ കേരളത്തിലെ മുഴുവൻ KCB പോസ്റ്റുകളിൽ നിന്നും കേബിൾ നിഷ്പ്രയാസം മാറ്റി ബദൽ സംവിധാനം നടത്താൻ കഴിയും. ഒരു സംശയം വേണ്ട. ഇന്ന് അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള സംഘടനാശേഷി ഞങ്ങൾക്കുണ്ട്. പക്ഷേ അത് ഓർത്തിട്ട് മാത്രമേ ഞങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, 61 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം 23-24 കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ KCB-ക്ക് അടച്ചിട്ടുള്ളത്. നാൾക്കുനാൾ നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന KCB അവരുടെ വരുമാന മാർഗമായ ഇതിനെ സംരക്ഷിക്കുന്നതിന് പകരം അതിനാവശ്യമായ സഹായ സഹകരണം ചെയ്തതിന് പകരം നിരന്തരമായ പീഡനത്തിന് നമ്മൾ ഇരയാക്കുകയാണ്. ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. കേരളത്തിൽ നിരവധി കോർപ്പറേറ്റ് കമ്പനികൾ ഈ മേഖലയിലുണ്ട്. അവരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ഇവർ പണിയെടുക്കുന്നവരെ നമുക്ക് ഒരു മടിയില്ല. സത്യസന്ധമായ ഞങ്ങളുടെ തെളിവുകളടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. 2 വർഷം മുന്നേ കണ്ണൂർ ടൗണിൽ നമുക്കറിയാം, കണ്ണൂർ ടൗണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പോസ്റ്റിൽ 13 സർവീസ് പ്രൊവൈഡർമാർ കേബിളുണ്ട്. എത്ര പേരെ പൈസ എടുക്കുന്നവർ? നിങ്ങൾക്ക് 3 പേരാ, നമ്മൾ ഉൾപ്പെടെ 3 പേർ. ബാക്കി 10 പേരെടുത്ത് എന്തുകൊണ്ട് ഒരു പൈസ വാങ്ങിക്കുന്നില്ല? ഞങ്ങൾ ചോദിച്ചു, ശ്രീലാ മേഡം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞങ്ങളെ മേഡത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് പൈസ കൃത്യമായി എഗ്രിമെന്റ് വെച്ച് എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ പൈസ അടക്കുന്ന നമ്മളെ നിരന്തരം പീഡിപ്പിക്കുക. ഒരു പോസ്റ്റ് വീട്ടിലേക്ക് ഇട്ട പോസ്റ്റ് അടക്കമില്ല, 100% പോസ്റ്റിന് പൈസ അടപ്പിക്കുക. ഇവിടെ മറ്റു ജിയോ ഉൾപ്പെടെ KCB ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു തരത്തിലുള്ള നിയമം ബാധകമല്ല. ആ മേഡം പറഞ്ഞത്, ഞങ്ങൾക്ക് അവരെ തൊടാൻ കഴിയില്ല, ഞങ്ങൾക്ക് ജിയോയെ തൊടാൻ കഴിയില്ല, ഞങ്ങൾക്ക് KCB-യെ തൊടാൻ കഴിയില്ല. അവരെ തൊട്ട ഈ ശരത്തിനൊക്കെ മുട്ടുമറക്കും. നമുക്കറിയാം, ഇയാളെ തൊട്ട് നോക്കാം. ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇവനൊക്കെ മൂത്തൊഴിക്കും, ഒരു സംശയം വേണ്ട. ഒരുപാട് അനുഭവം. അവർ തൊടില്ല, ഇവര് ജിയോനെ തൊടില്ല. ജിയോ 1 വർഷത്തിൽ മേലെയായി ജിയോയുടെ അഗ്രിമെന്റ് കാലാവധി അവസാനിച്ചു. നിങ്ങൾക്കറിയോ, നമ്മുടെ അഗ്രിമെന്റ് അവസാനിക്കുന്നതിന് 3 മാസം മുമ്പേ ഇവർ നമ്മളെ വിളിക്കാൻ തുടങ്ങും. അഗ്രിമെന്റ് വെച്ചിട്ടില്ലെങ്കിൽ കട്ടാക്കും, അഗ്രിമെന്റ് വെച്ചിട്ടില്ല കട്ടാക്കും. എവിടെയാ കട്ടാക്കാന്നറിയോ? നമ്മുടെ പോസ്റ്റിലെ കേബിളല്ല, നമ്മുടെ കൺട്രോൾ റൂമിലെ വൈദ്യുതി കണക്ഷനാണ് ഇവർ ആദ്യം കട്ടാക്കുക. അങ്ങനെ നീചമായ രീതിയിലാണ് നമ്മൾ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ എത്ര കാലമായി അഗ്രിമെന്റ് ഒതുക്കിയത്? 4 വർഷമായി. എന്റെ അവരോട് ഇവർ ചോദ്യം ചെയ്യാത്ത? എന്തുകൊണ്ട് അവരുടെ കേബിളുകൾ ഇവർ കട്ട് ചെയ്യുന്നില്ല? കൃത്യമായി പണം അടക്കുന്ന കേബിളാണ് ഇന്നലെ മുറിച്ചിട്ടിരിക്കുന്നത്. അത് നമ്മുടെ നട്ടലാണ്. ഇതിനെ കടന്നു പോകുന്ന ഓരോ ഫൈബറും ഇവിടുത്തെ കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ ജീവവായുവാണ്. അതിന് മേലെയാണ് കൈവച്ചിരിക്കുന്നത്. നിരവധി
കട്ടിങ്ങൾ, നൂറുകണക്കിന് കട്ടിങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞങ്ങൾ പലരും പ്രതിഷേധിച്ചിട്ട് എന്തുകൊണ്ടാ? അതിൽ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ഒരു മനുഷ്യ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ, യാത്രക്കാർക്ക് ഭീഷണിയാവുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്താൽ ഞങ്ങൾ അതിനെ സ്വീകരിക്കും. ഇവിടുത്തെ ഓരോ KSEB ഉദ്യോഗസ്ഥരോടും സഹോദര തുല്യമായ ബന്ധം പുലർത്തുന്ന ആളുകളാണ് KBTക്കാര്. ഓരോ പ്രതികൂല കാലാവസ്ഥയും ഓരോ കാലാവസ്ഥാ വ്യതിയാനത്തിലും സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അവരോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് KBT ഓപ്പറേറ്റർമാരും അവരുടെ ജീവനക്കാരും. അത് കൃത്യമായിട്ട് അറിയാം. ഇതിന്റെ AC റൂമിലിരിക്കുന്ന യുവമാർക്കും ഇത് അറിയണമെന്നില്ല. അവിടെയാണ് കൃത്യമായി വളരെ അധ്വാനിക്കുന്ന ഇന്നത്തെ KSEB വലിയൊരു കമ്പനിയായി എന്ന് നമുക്കറിയാം. വളരെ പാതിരാത്രി പോലും ഒരു സിംഗിൾ കസ്റ്റമറുടെ കംപ്ലൈന്റ് പോലും പരിഹരിക്കാൻ സന്നദ്ധമായിട്ടുള്ള വലിയൊരു സേനയാണ് KSEB. ആ KSEB ഒന്നടങ്കം പറയിപ്പിക്കുന്ന ഈ ശരത്തിനെ പോലെയുള്ള തെമ്മാടികളെ ഈ സർവീസിൽ നിന്ന് പിടിച്ചുകൊള്ളണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കേബിൾ മുറിക്കേണ്ട ഒരു അധികാരില്ല. ഇന്നലെ കണ്ണൂരിലുള്ള നമ്മുടെ മേഖലയുടെ ഭാരവാഹികൾ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ ഒരു കാര്യസ്ഥ അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ട്. എന്താ അറിയോ? മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കോടതി കൊടുത്തു എന്നൊരു കേബിൾ മുറിച്ചു നോക്കണം. അന്നേരം അറിയുന്ന ശരത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് എന്താ? എവിടെയെങ്കിലും ആർക്കെങ്കിലും അപകടകരമായ രീതിയിൽ മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ നിന്ന് മുറിക്കണം. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങൾ മുറിച്ചോളൂ. കോടതി ഉത്തരവ് എന്താ? സമാനമായിട്ട് ഉത്തരവാണ്. കൃത്യമായി പൈസ അടക്കുന്ന, കൃത്യമായി എഗ്രിമെന്റ് വെച്ച് പോകുന്ന കേബിൾ ഒരു കാരണവുമില്ലാതെ മുറിച്ചു മാറ്റാൻ എന്ത് അധികാരമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഈ ശരത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു ഇതിനുശേഷം. എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നറിയോ? നമ്മളോട് മാത്രമൊന്നല്ല, അയാൾ ഒരു മാനസിക വൈകല്യത്തിനുടമയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറുന്ന അയാൾക്കറിയില്ല. ഇവൻ ശമ്പളം മേടിക്കുന്ന, അല്ലെങ്കിൽ ഇവർ ശമ്പളം മേടിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാനാ, ഓന്റെ തന്നിഷ്ടം കാണിക്കാനല്ല. ഇത് രാജവാഴ്ചയൊക്കെ അവസാനിച്ച കാലം കൂടിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം രാജാവാണെന്ന് അദ്ദേഹത്തിന്റെ വിചാരം. അവരുടെ ഓഫീസിൽ വരുന്ന എല്ലാ ഫയലുകളും പരമാവധി വെച്ച് താമസിപ്പിച്ച് അവരെ കൊണ്ട് മാക്സിമം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശരത്ത്. നമുക്കറിയാം, നമ്മുടെ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 500-ലേറെ സോളാർ പ്രൊജക്ടുകൾ വിതരണം ചെയ്തൊരു കമ്പനിയാണ് കണ്ണൂർ വിഷൻ. നമുക്കറിയാലോ, 45 സോളാർ പദ്ധതികൾ വാക്ക് ഞാൻ ചിലപ്പോൾ മാറി പ്രയോഗിച്ചു. ഈ വൃത്തികെട്ട മനുഷ്യൻ ഇവിടെ തടഞ്ഞു വെച്ചു. 45 പ്രൊജക്ടുകൾ ട്രാൻസ്ഫർ ആയിട്ടോ? ട്രാൻസ്ഫർ ഇന്ന് ഇവിടെ ഇല്ല. ഇയാൾ പോയ ഉടനെ പുതിയ ഉദ്യോഗസ്ഥൻ വന്നു, കൃത്യമായിട്ട് അത് പാസ്സാക്കി തന്നു. അപ്പൊ അറിയാലോ ഇത് നിയമമല്ലാന്ന്. ഇവന്റെ കളിയാണെന്ന് ഉറപ്പല്ലേ? നിയമമാണെങ്കിൽ അടുത്ത് വരുന്ന ഉദ്യോഗസ്ഥനെ പാസ്സാക്കാൻ പറ്റുമോ? അപ്പൊ നിയമമല്ല, ഇവന്റെ തന്നിഷ്ടമാണ് ഇവൻ ധരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടുത്ത സാധാരണക്കാരുടെ ഉപഭോക്താക്കൾക്ക് കൃത്യമായി ഇന്റർനെറ്റ് സേവനം നൽകുന്ന ആളുകളാണ് നമ്മൾ. മറ്റു കമ്പനികൾ, വലിയ കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള വലിയ നഗരപ്രദേശങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇടുക്കിയിലെ ലേങ്ങൾ മുതൽ ഓരോ ഗ്രാമാന്തരങ്ങളിൽ എല്ലാ മലയോര പ്രദേശങ്ങളടക്കം സിഗ്നൽ നൽകുന്ന സാധാരണക്കാരുടെ ആശ്രയമായിട്ടുള്ളതാണ് കേരള വിഷൻ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു രണ്ടാം പൗരന്മാരായിട്ടാണ് ഇവർ കാണുന്നത്. ഇത് ഒരു ഉദ്യോഗസ്ഥൻ, 2 ദിവസമല്ല, നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവുന്ന സമീപനം ഇതാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളോട് നിയമം പറയുന്ന, ഞങ്ങളെ നിയമം പഠിപ്പിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന നിയമവിധേയമല്ല എന്ന് പറയുന്ന KSEBക്കാരോട് നമുക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നിയമത്തിലെ പാളിച്ചകൾ, നിങ്ങൾ വലിച്ചിരിക്കുന്ന ലൈനിലെ, നിങ്ങൾ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിലെ നിങ്ങളുടെ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പാളിച്ചകൾ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ, ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ക്യാമറമാരും തുരിഞ്ഞിറങ്ങിയാൽ കൃത്യമായിട്ട് ഈ ഓഫീസിൽ നിങ്ങൾ ഇരിക്കില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുമെങ്കിൽ. അത്രമാത്രം ഗുരുതരമായിട്ടുള്ള അഴിമതിയും ക്രമക്കേടും ഉണ്ടെന്ന് നമുക്കറിയാം. ഇത്രയും ശമ്പളം വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? എന്തുകൊണ്ടാണ് KSEB വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്നത്? തോന്നും പോലെ ശമ്പളം ഉയർത്തുക, ഒരു നിയന്ത്രണമില്ല. ഇപ്പൊ നിയന്ത്രണം വന്നു, നേരത്തെ അവർ തോന്നും പോലെ ശമ്പളം ഉയർത്താം. ഒരു ഡ്രൈവറുടെ ശമ്പളം കിട്ടാമെന്ന് ഞെട്ടിപ്പോകും. കഴിഞ്ഞ വർഷം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടു, എന്റെ നാട്ടിലെ കേബിൾ ടീക്കാരൊക്കെ കോടീശ്വരന്മാരാ. അടുത്ത ദിവസം ശ്രീകണ്ഠാപുരം ചീഫ് എഞ്ചിനീയർ നേരത്തിൽ അവിടെ ഒരു യോഗം വിളിച്ചു. ഞങ്ങളൊക്കെ പങ്കെടുത്തു. ആ ഡിവിഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, സാറേ നിങ്ങളുടെ ശമ്പളം, ഒരു ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം. അതിന് പുറമെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിന്റെ 10-1 വരുമാനമുള്ള ഒരു കേബിൾ ഓപ്പറേറ്റർ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? മറുപടിയില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ശാസിച്ചു. അപ്പൊ ഇതാണ് ഇവരുടെ മനോഭാവം. നമ്മളൊക്കെ സാധാരണ പണ്ട് സൈക്കിളിൽ ഔട്ടി നടന്ന, സ്വർണം പണയം വെച്ച ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളുകൾ ഇന്ന് അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന അസൂയാണ് കുറെ ആളുകൾക്ക്. അവരെക്കാൾ മേലെ ആരാൻ പാടില്ല. ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കൃത്യമായി എഗ്രിമെന്റ് വെച്ച്
പണമടച്ച് പരമാവധി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ ചെറുകിട ഓപ്പറേറ്റർമാരുടെ പെടലിക്ക് കയറാൻ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും. ഇങ്ങനെ ആയിരിക്കില്ല. കൃത്യമായിട്ട് നിയമത്തിന് വിധേയമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ. അതിന് ഞങ്ങളെ നിർബന്ധിതരാക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ക്ഷേമ ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി പി ഇന്ദിര അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിന്റെ ബഹുമാനനായ അധ്യക്ഷൻ ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ച COA ജില്ലാ പ്രസിഡന്റ് ശ്രീ ശശികുമാർ, സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള രജീഷ്, എത്തിച്ചേർന്നിട്ടുള്ള INDCയുടെ ജില്ലാ പ്രസിഡന്റ് ഏറെ ബഹുമാനനായിട്ടുള്ള ഡോക്ടർ ജോർജ് പ്ലാന്തോട്ടം, ശ്രീ അനിൽകുമാർ, ശ്രീ രാജൻ PK, ബഹുമാനപ്പെട്ട കരീംക, സുധാകരൻ K, ശ്രീ മനോഹരൻ, ജയകൃഷ്ണൻ, സജീവ് കുമാർ, വിനയകുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കുള്ള മാർച്ചിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറുകിട വ്യവസായം എന്നുള്ള നിലയിൽ തുടങ്ങിയിട്ടുള്ള കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആളുകളോട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൂരത അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നമുക്കറിയാം, ഇന്നത്തെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. അവിടെ ഒരു വൈദ്യുതി മന്ത്രിയുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ തന്നെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വൈദ്യുതി ബോർഡും അതിന്റെ മന്ത്രിയും ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രയാണത്തിലാണ് അവരുള്ളത്. നമുക്കറിയാം, നിങ്ങളോട് ഇപ്പൊ ഈ കാണിച്ചത് നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമായ കണ്ണൂർ കോർപ്പറേഷനോട് ഇവർ കാണിക്കുന്ന അനീതി എത്രമാത്രം ഉള്ളതാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം നമ്മുടെ ഇപ്പോ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഓരോ പോസ്റ്റിന്റെയും വില. ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്നതായിട്ടുള്ള പോസ്റ്റുകൾ മുഴുവൻ കണ്ണൂർ കോർപ്പറേഷന്റേതാണ്. നമ്മൾ പദ്ധതി വെച്ച് ആസൂത്രണം നടത്തി ചെയ്യുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ തന്നെ. ഇവര് പണം പിരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ജനങ്ങൾക്കൊരു സേവനം നൽകണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്തല്ല ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, നമ്മുടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തുമ്പോ സ്ട്രീറ്റ് ലൈറ്റ് ഒരു 1 or 2 ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ബൾബിന്റെ ലൈറ്റിന്റെ എന്തോ കുഴപ്പമാണെന്ന്. ഒരു ഭാഗം അങ്ങനെ തന്നെ ലൈറ്റ് കേടായി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് കത്താതിരിക്കുമ്പോൾ ഏതെങ്കിലും പൊതുജനങ്ങൾ ഒരു പരാതി എന്നുള്ള രീതിയിൽ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൗൺസിലറോട് ബന്ധപ്പെടും, കൗൺസിലറാണ് ഇതിന്റെ ഉത്തരവാദി, കൗൺസിലറാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പോസ്റ്റിന്റെ മേലെ കയറി ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാനാണ്? അത്രമാത്രം ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സംസാരമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അത് മാത്രവുമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെയുള്ള ഇവർക്ക് എന്തുമാകാം എന്നുള്ളത്. ഇവിടെയുള്ള നമ്മുടെ ഇവിടെ സിഗ്നൽ ലൈറ്റ് നിങ്ങൾ കാണുന്നതാണല്ലോ, കാൽടെക്സിലും അതുപോലെ താണക്കുമുള്ള സിഗ്നൽ ലൈറ്റ്. ഒരു 5 മിനിറ്റ് വൈദ്യുതി നമ്മൾ പണം അടച്ചില്ല എങ്കിൽ ആ സ്പോട്ടിലാണ് അവർ കട്ട് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പൊതുജനങ്ങളെ ഏറ്റവും നിർണായകമായിട്ടുള്ള യാത്ര ഒരുക്കാൻ ഗതാഗതം നിയന്ത്രിക്കുന്ന ആ സിഗ്നൽ ലൈറ്റിൽ ഒരുപക്ഷെ അത് നമ്മളെ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടാവാം. അവര് ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം. ചിലപ്പോൾ ഒരു സമയം ഒന്ന് വൈകിപ്പോയാൽ ഒരു നിർദ്ദേശവും നൽകാതെ ആ സ്പോട്ടിലാണ് അവർ കട്ട് ചെയ്തത്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് മാത്രവുമല്ല, നിങ്ങൾ ഓരോ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇവര് മരം വെട്ടുന്നുണ്ട്, ചില്ലകളൊക്കെ വെട്ടാറുണ്ട്. സാധാരണ മഴക്കാലങ്ങളൊക്കെ വരുമ്പോ റോഡരികിലുള്ള പാതയോരത്തുള്ള മരച്ചില്ലകളൊക്കെ വെട്ടിപ്പോകുന്ന ഒരു ശീലമുണ്ട്. നിരന്തരം അവരുടെ ഇത് വെട്ടുന്നതിന് മുന്നേ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് അവരെയൊക്കെ കൂടി ഒരു സംയുക്ത യോഗം വിളിച്ചു ചേർക്കും. ആ യോഗത്തിൽ നമ്മൾ തീരുമാനമെടുക്കുന്നത് ഈ ചില്ലകൾ ഇത് കരാർ കൊടുത്തിട്ടാണ് ഇവർ ഈ മരങ്ങളൊക്കെ വെട്ടുന്നത്. ഈ വെട്ടിയ മരം നമ്മൾ വൃത്തിയാക്കുന്ന ഓടകളിലും അതുപോലെ അവിടെ ഇട്ടിട്ടങ്ങ് പോവുക. ഒരു ഉത്തരവാദിത്വവുമില്ല. നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ പോയിട്ട് വേണം അത് വൃത്തിയാക്കാൻ. അത്രമാത്രം ജനങ്ങളുടെ ഒരു ജനസേവകരാകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് മാത്രമോ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും കോർപ്പറേഷൻ
കോർപ്പറേഷൻ ഓഫീസ്, ഏത് സർക്കാർ ഓഫീസിലായാലും ഇവർ ചെയ്യുന്നത് എന്താ, ഒരു ദിവസം ഒരു മിനിറ്റ് വൈകിയാൽ മതി പണം അടക്കാൻ. ആ ഒരു സമയത്ത് തന്നെ അവർ വൈദ്യുതി വിച്ഛേദിക്കുകയാണ്. വൈദ്യുതി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാലോ. അതാണ് അവരുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത്. വൈദ്യുതി ഇല്ലാതെ ഒരു സ്ഥാപനവും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ നിങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷിച്ചപ്പോ ഇവിടുന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, ഇവരൊരു ട്രാൻസ്ഫോർമർ നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ അത് പിടിച്ചു വെച്ചപ്പോ അവർ കാണുന്നത് ഇവിടെ കുറെ കേബിൾ വയർ പോകുന്നത് കണ്ടു. അപ്പോ അവർക്ക് അത് കട്ട് ചെയ്യാതെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു. ആവില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഒന്ന് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാമായിരുന്നല്ലോ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളൊന്ന് ആ പാർട്ടിയെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ നിങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചപ്പോ നമുക്കറിയില്ല, നിങ്ങൾ അതിലൊരു ടാഗ് കെട്ടണം എന്ന് പറഞ്ഞു. അത് അതിൽ ഉണ്ടായിരുന്നില്ല, അത് ആരാണെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഏറ്റവും നന്നായി പോകുന്ന ഇവിടുത്തെ ഈ ഒരു കേബിൾ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കേബിൾ ഒരു TV കാണുന്നത് മാത്രമല്ല ബാധിക്കുന്നത്, ഓരോ സ്ഥാപനത്തിനെയും ഒരുപാട് ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സേവനത്തിന് പോയി ചെയ്യുന്നുണ്ട്. വിവിധ ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഗവൺമെന്റ് സർവീസ് ഉണ്ട്. നെറ്റ്വർക്ക് സംവിധാനം ചെയ്യണമെങ്കിൽ ഇത് ഈ കേബിൾ മുറിച്ചു കഴിഞ്ഞാൽ ബാധിക്കുന്നത് ഈ ഒരു കമ്പനിയെ മാത്രമല്ല എന്നുള്ള കാര്യം പോലും തിരിച്ചറിയാതെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എഫക്ട് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണ പഠിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ എക്സാം ഉണ്ടാവും, എക്സാം ഇപ്പൊ ഓൺലൈനിലാണ്, നെറ്റ് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ എക്സാം ഒക്കെ നടത്തുന്നത്. അതിന്റെ സംവിധാനം തകരാറിലായാൽ ഏതൊക്കെ മേഖലയെ ഇത് തകരാറാക്കും എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഇവർക്ക് ഇല്ലാതെ പോയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ക്രൂരമായി ഇടപെടാൻ മാത്രം. അത് മാത്രമല്ല, ഇവിടെ കേരള വിഷൻ ഇവർ ചെയ്യുന്ന ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അടക്കുന്ന പൈസയുടെ തുക ഒരു വർഷം 4 കോടി, കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് 4 കോടിയിലധികം രൂപ ഇവരേക്കുന്നത്. 4 കോടി രൂപ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു അധ്വാനമില്ലാതെ ഒരു ചെലവില്ലാതെയാണ് ഈ 4 കോടി രൂപ അവരുടെ ഖജനാവിലേക്ക് എത്തുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരു മാൻ പവർ ഇല്ല അവർക്ക് ഒരു തുക പോലും ചെലവഴിക്കേണ്ട ഒരു കാര്യമില്ല. ഇവരെ ലെവൽ പോസ്റ്റിന്റെ മേലെ കൂടെ വയറ് വലിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു വർഷം കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന 4 കോടി രൂപ, ഇതൊക്കെ തന്നെയാണ് ഇവരെ ശമ്പളം ലഭിക്കുന്നത്. ഇവരൊക്കെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ എത്രയാണ് ശമ്പളം ഇവർ വാങ്ങുന്നത്. ഇവർക്ക് ആഡംബരമായിട്ടുള്ള ഗസ്റ്റ് ഹൗസുകൾ, അത് കണ്ടാൽ മതിയല്ലോ അവരുടെ ജീവിതത്തിന്റെ ഗമ ഏത് തരത്തിലാണ് എന്നുള്ളത്. നമ്മൾ അവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസും അവർ വരുന്ന താമസ സ്ഥലവും കണ്ടാൽ തന്നെ നമുക്കറിയാം. കാരണം അത്രമാത്രം ജനങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഈ ചെയ്യുന്ന സേവനം, എന്തിനാണ് ഇവരിങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? ഒരു നോട്ടീസ് കൊടുത്ത ഒരു സ്ഥലത്താണ് കട്ട് ചെയ്തത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോ, നിങ്ങളുടെ ആളുകളുമായി വിളിച്ച് അന്വേഷിച്ചപ്പോ 5-6 സ്ഥലത്ത് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും ഇത്തരം ഈ പ്രവൃത്തി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ധൈര്യമായി നമുക്ക് പറയാൻ പറ്റും, കണ്ണൂർ കോർപ്പറേഷന്റെ പല സ്ഥലങ്ങളിലും ഓരോ വാർഡുകളിലും ഓരോ മെയിൻ റോഡുകളിലുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ ലൈന് വലിക്കുന്ന പോസ്റ്റുകളൊക്കെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവര് ഈ വാങ്ങുന്ന, ഞാൻ പറയുന്നത് 4 കോടി രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഹിതം കണ്ണൂർ കോർപ്പറേഷനും കൂടി ലഭിക്കേണ്ടതാണ്. കാരണം നമ്മളാണ് പണം ചെലവഴിച്ച് ഇത് സ്ഥാപിക്കുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണം കെട്ടിവെച്ചിട്ടാണ് ഈ പോസ്റ്റുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ സ്ഥാപിക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? പണം വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വിഹിതം വെറും ഇലക്ട്രിസിറ്റി ബോർഡിന് മാത്രമുള്ളതല്ല എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇത്തരം തെമ്മാടിത്തത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഓരോ കോണിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവരുടെ ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ നമ്മൾ മുട്ടുമടക്കാതെ മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടാഗില്ല എന്ന് പറയുന്ന സംഭവമില്ലേ, ഈ വെറും 5 ആളെ വിളിക്കേണ്ട സ്ഥലത്താണ് അവരെ വിളിക്കാണ്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ഇനി മുറിക്കുന്ന കേസിൽ അതും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, ഈ കേബിൾ ഇവിടുന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പോസ്റ്റിലെ കണ്ടെങ്കിൽ 2 ഭാഗത്തെ കേബിൾ അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം അത് അപ്പുറത്തെ ഭാഗത്തും ഈ ഭാഗത്തുനിന്നും മുറിക്കേണ്ട ആവശ്യമില്ല. അത് മേഡത്തിനടക്കം അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മേഡം ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ വളരെ ബോധപൂർവമാണ് ഈ പറയുന്ന ആ ഉദ്യോഗസ്ഥൻ. എല്ലാവരും അങ്ങനെ നല്ല ആ ഉദ്യോഗസ്ഥൻ. നേരത്തെ ഇവിടെ നമ്മളെ സെക്രട്ടറിയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ അഭിപ്രായ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ജോർജ് പ്ലാത്തോട്ടം INTUCയുടെ ജില്ലാ പ്രസിഡന്റ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷൻ
ശശികുമാർ പി. ഈ പ്രതിഷേധ സംഗമം ഈ പൊരി വെയിലത്ത് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ കരീം ക, അതുപോലെ BMSന്റെ രാജൻ, AITCUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാകരൻ കെ, വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ സെക്രട്ടറി C. മനോഹരൻ, ജയകൃഷ്ണൻ കെ, സജീവ് കുമാർ, ഇവിടെ ഈ പുരി വെയിലത്ത് ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തിന് വേണ്ടി ഇവിടെ ധർണ നടത്താൻ കണ്ണൂർ ജില്ലയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാർ, സത്യത്തില് ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് കേട്ടപ്പോ ഏത് ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് തോന്നിപ്പോയി. കാരണം ഇവിടെ ഒരു നിയമ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, വിദ്യാഭ്യാസ വകുപ്പ് ആയിക്കോട്ടെ, ആരോഗ്യ വകുപ്പ് ആയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും പ്രോട്ടോകോളുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റിന്റെ നഗ്നമായ ലംഘനമാണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൽ നിന്നും അതിന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് മാത്രമല്ല, ഇതിന്റെ നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ള നിങ്ങളുടെ നഷ്ടവും നഷ്ടപരിഹാരവും ഈടാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഈ KSEB എന്ന് പറഞ്ഞാൽ ആരുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണം കൊണ്ട് കറങ്ങുന്ന കസേരയിൽ AC-യിലിരുന്നവര് അവർ ഉല്ലസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ പണമാണ് എന്ന് അവർ ഓർക്കണം. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ക്രിമിനൽ കുറ്റം ചാർത്തിക്കൊണ്ട് കേസെടുക്കണം, സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി വകുപ്പ് കുറെ കാലങ്ങളായി നമ്മൾ പത്രം വായിക്കുമ്പോഴാണ് ഇന്നലെ കുട്ടനാട് പ്രദേശത്ത് ഒരു സ്ത്രീ, ഒരു സാധാരണ വയലിൽ പണിയെടുത്ത ഒരു സ്ത്രീയും 2 സ്ത്രീകൾ, അതിലൊരു സ്ത്രീ വളരെ അലക്ഷ്യമായി ഫീസ് വരെ അവിടെ തലങ്ങും മേലങ്ങും കമ്പികൾ ഇട്ടുകൊണ്ട് അതിൽ പ്രസരിച്ചുകൊണ്ട് അവിടെ ആക്സിഡന്റിൽ മരിക്കുകയുണ്ടായി. മറ്റൊരാൾ ഗുരുതരമായ ആശുപത്രിയിലാണ്. ഒരു സ്കൂളിൽ ഒരു കുട്ടി മരിച്ച സംഭവം നമുക്ക് എത്ര സംഭവങ്ങളാണ് നിരുത്തരവാദിത്വപരമായി ഈ KSEB ഇങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ട് പൊതുജനങ്ങളെ ശല്യപ്പെടുത്തുക. ഇവിടെ ഈ വെയിലും കൊണ്ട് ഈ പ്രകടനം നടത്തി നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക്, എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ അവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അവരുടെ ഇന്റർനെറ്റ് പോയിരിക്കുന്നു, അവർക്ക് വിവരങ്ങൾ അറിയാനുള്ള ഇൻഫർമേഷൻ അത് കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ ഒപ്റ്റിക്കൽ കേബിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് വളയ്ക്കാൻ പോലും പറ്റാത്ത ഒരു കേബിളാണ്. അത് മൊത്തം മാറ്റേണ്ടി വരും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹീനമായ, മനുഷ്യത്വരഹിതമായ, നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ച ആ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അതിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കൃത്യമായി നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവരുടെ അഹങ്കാരം ഇനിയും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു വീട്ടില് ഒരു കറണ്ടിന്റെ പൈസ അടയ്ക്കാതെ അവിടെ ഡ്യൂ ആയാൽ അവർക്ക് ഓടിപ്പോയി കട്ട് ചെയ്യാനൊന്നും നിയമമില്ല. ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. അവരെ കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണമെന്നാണ് നിയമം. അവരെ അറിയിച്ച് അവർക്ക് പണമടയ്ക്കാനുള്ള സമയം കൊടുത്തിട്ട് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് ഇവർക്ക് കട്ട് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ വെച്ചിരിക്കുന്ന എഗ്രിമെന്റ്, നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇവിടെ അടച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ നഗ്നമായ വയലേഷനാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എത്ര രൂപ നഷ്ടം വന്നാലും അതിന്റെ നഷ്ടം ഈടാക്കണം, നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടതിയിൽ തീർച്ചയായിട്ടും അത് ചലഞ്ച് ചെയ്യാവുന്ന ഒരു കേസ് തന്നെയാണ്. ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ, ഇത്തരത്തിലുള്ള ധിക്കാരം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങളെപ്പോലുള്ള സംഘടനയ്ക്ക് സാധിക്കണം. ഇത് മീഡിയ മാത്രമല്ല, ആശുപത്രി മാത്രമല്ല, ഓഫീസുകൾ മാത്രമല്ല, സാധാരണക്കാരായ ഓരോ ആളുകളുടെ, ഇവിടെ മേയർ പറഞ്ഞു, നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ മുഴുവൻ ബാധിക്കുന്ന ഒരുപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പൊരി വെയിലത്ത് പല പ്രദേശങ്ങളാണ് നിങ്ങൾ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള ആളുകൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇവരെ പോലെ വെറുതെ AC റൂമിലിരുന്നു കൊണ്ട് ഉത്തരവുകൾ വിട്ടിട്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ആനുകൂല്യങ്ങൾ ശമ്പളമായി വാങ്ങി അവര് പൊതുജനങ്ങൾക്ക് ഒരു ശല്യമായി തീരുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അഭ്യസ്ത വിദ്യരായ, സംസ്കാരമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ഈ സംസ്ഥാനത്ത് ഇതാണെങ്കിൽ മറ്റു സ്ഥലത്ത് എന്തായിരിക്കും നാം ആലോചിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രതിഷേധത്തെ പൂർണ്ണമായി ഞാൻ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഓരോ
സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പ്രതിഷേധക്കാരനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി AITC പ്രതികരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള AITC ജില്ലാ ട്രഷറർ പി നാരായണൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിപുലതയും KSEBയുടെ വരുമാനവും എന്ത് പങ്കുവഹിക്കുന്നുവെന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് വലിയ ഉത്സാഹം സ്വീകരിച്ചുകൊണ്ട് KSEBക്ക് മുതൽക്കൂട്ടാക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ KSEB ഈ ലൈനിൽ കൂടി കേബിൾ വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. അതിനെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു, സാധാരണയായി ഒരു കട വാടകയ്ക്ക് കൊടുക്കുമ്പോഴും അതിന്റെ ഒരു വ്യക്തമായ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അത് നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. പിന്നെ വ്യക്തിപരമായി പല ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവും. ആ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ചെലവഴിക്കുവാനുള്ള, നടപ്പിലാക്കുവാനുള്ള വേദിയല്ല KSEB. അത് അതാൾക്ക് വ്യക്തമായി കഴിയുന്ന സ്ഥലത്ത് അത് ഉപയോഗിക്കാം. പക്ഷേ KSEB എന്ന മഹത്തായ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കസേരക്കുള്ളിൽ കയറിയിരുന്നു കൊണ്ട് ഇത്തരം നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി ഭാവിക്കുന്നുവെന്നാൽ അത് നടപ്പാവില്ല, നടപ്പിലാക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളെ ദ്രോഹിക്കുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പിനെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ ശക്തവും കർക്കശവുമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടുവാനുള്ളത്. ഈ വിഭാഗത്തിലുള്ള തൊഴിലാളികൾ അവരുടെ സംഘടനകൾ ഉന്നയിക്കുന്ന ന്യായമായ അവകാശങ്ങൾക്ക് മുമ്പിൽ AITUCയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. ബഹുമാനനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശശികുമാർ, പ്രിയപ്പെട്ട ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, രജീഷ് MR, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മീഡിയ നേതാക്കൾ, AITCയുടെ C നാരായണൻ, BMSന്റെ പ്രിയപ്പെട്ട രാജൻ PK, വ്യാപാരി വ്യവസായിയുടെ സുധാകരൻ, C മനോഹരൻ, ജയകൃഷ്ണൻ, രാജീവ് കുമാർ, രതീഷ് MR തുടങ്ങിയ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട കേബിൾ TV അസോസിയേഷന്റെ ഭാരവാഹികളെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, നാട്ടുകാരെ, ഇവിടെ ഇതിനാധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടനവും അതിനുശേഷം പ്രസംഗിച്ചിട്ടുള്ള പ്രാസംഗികന്മാരെല്ലാം വളരെ സവിസ്തൃതം പ്രതിപാദിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ അധ്യക്ഷനും സ്വാഗതഭാഷകനെല്ലാം ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യം കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ ഞാൻ നേരത്തെ ഇന്നലെ എന്നോട് മനോജ് വിളിച്ചിട്ട്, ഞാൻ കാസർഗോഡ് ഇപ്പൊ മനോജ് വിളിച്ചിട്ട് പറഞ്ഞു, കരീംക്ക് നാളെ ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ എന്താ നിർബന്ധമായി വരണം. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താന്ന് പറഞ്ഞാൽ, ഈ കേബിൾ TVക്കാരുടെ ഇത് കട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് പൊതുവെ ഇവർക്ക് പ്രത്യേകമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാവില്ലെന്നാ. ഇവിടെ എത്തി ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഇത് വ്യവസ്ഥാപിതമായിട്ട് എഗ്രിമെന്റ് ഉണ്ടെന്ന് മാത്രമല്ല കോടിക്കണക്കിന് ഉറുപ്പിക നൽകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയും കൂടുതൽ പൈസ നൽകുന്ന ഇവരോട് ഒരു ഉത്തരവാദിത്വം, അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിർവഹിക്കേണ്ടെന്ന ബാധ്യത ഉദ്യോഗസ്ഥരുണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായിട്ടും അവർക്ക് പറ്റാതെ, അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ ഉദ്ഘാടകയും അതുപോലെ ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവരും പറഞ്ഞൊരു കാര്യം ഇതാണ്, അവർക്ക് എന്തോ ഒരു ട്രാൻസ്ഫോമർ മാറ്റണം, അതിന് വേണ്ടിയിട്ടുള്ള പറയുന്നത്. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, എഗ്രിമെന്റ് ഉണ്ട്,
ആ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ നമ്പർ ഇവിടെയുണ്ട്. അവരെ വിളിച്ചാൽ അവരെ കിട്ടാവുന്നതേ ഉള്ളൂ. എങ്കിൽ അവരെ വിളിച്ച് പറയാമല്ലോ, ഞങ്ങൾക്ക് ഇതൊന്ന് എന്താ പറയാ ട്രാൻസ്ഫോമർ മാറ്റേണ്ടതുണ്ട്, നിങ്ങളെ കേബിൾ തൽക്കാലം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തന്നിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, പ്രശ്നം കഴിഞ്ഞല്ലോ. ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക മുതലിട്ടിട്ട് ഭരിച്ചിട്ടുള്ള കേബിൾ അതിങ്ങനെ മുറിച്ച് നാശമോശമാക്കിയാൽ സ്വാഭാവികമായിട്ട് അതിന്റെ വർക്ക് നിൽക്കും എന്ന് മാത്രമല്ല, ഇവിടെ പലരും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സാങ്കേതിക കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒട്ടനവധി കാര്യങ്ങളുണ്ട്, പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് ഈ വാർത്താ മാധ്യമം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. പഴയകാലം പോലെ അല്ലല്ലോ. പഴയകാലാണെങ്കിൽ നമ്മുടെ സാധാരണഗതിയിലെ വാർത്തകള് ഇപ്പൊ എന്താ പറയാ വായനയിലൂടെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കും. ഇപ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇന്നത്തെ ഈ സാഹചര്യം വെച്ചുകൊണ്ട് ആളുകൾ ആശ്രയിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് വലിയ പ്രസക്തിയാണ്. അത് ഒരു ദിവസം കട്ടായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം ഒരു തത്വനിഷ്ഠമായ തീരുമാനം എടുക്കാതെ സ്വന്തം എന്താ പറയുക ധാർഷ്ട്യം കാണിച്ച് അതിനെ മേലെ തീരുമാനമെടുക്കുന്നത് ഏത് ഉദ്യോഗസ്ഥനായാലും ആ ഉദ്യോഗസ്ഥന്റെ മേലെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം. ഇതിന് കോടതി പോകുന്നത് മാത്രമല്ല, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ നടപടി സ്വീകരിക്കാനും രാജ്യത്ത് അധികാരമുണ്ടല്ലോ, നിയമമുണ്ടല്ലോ, അതിന് മേലെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അവർക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭ സമരവുമായി വന്ന് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ എന്തുകൊണ്ട് നടപടിയെടുത്തൂടാ? മറ്റു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് കോർപ്പറേറ്റുകളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇത് ഈ രാജ്യത്താകെ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സാധാരണക്കാരെ ആർക്കും വേണ്ടല്ലോ. ഒരു ഇടത്ത വ്യവസായിയെ വേണ്ട, ഇടത്ര വ്യാപാരം വ്യവസായ പ്രതിനിധികളുടെ ഉണ്ടാവും. വ്യാപാരിയെ വേണ്ട, വ്യവസായിയെ വേണ്ട, ഒന്നും വേണ്ടല്ലോ. വ്യവസായിയും വേണ്ട, ഇടത്ര വ്യവസായിനെയും വേണ്ട, ജനങ്ങളുടെ വ്യവസായം ഒന്നും വേണ്ട. ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ വൻകിട കുത്തക വീപന്മാർക്ക് രാജ്യത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അതിന് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെന്റിൽ നിന്ന് പുറകിലല്ല. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി 40 പ്രാവശ്യം പറയുന്നു നമുക്ക് നഷ്ടമാണ്, KSE കോടികൾ നഷ്ടത്തിലാണ്, അതുകൊണ്ട് ചാർജ് വർദ്ധിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളപ്പോഴത്തെ സാധാരണക്കാരന്റെ ആളുകളായ അവരുടെ മേലെ അമിത ചാർജ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ചാർജ് വലിച്ചേൽപ്പിക്കും. സ്വാഭാവികമായിട്ടും ഈ കറണ്ട് ഒരു അത്യാവശ്യ വസ്തു ആയതുകൊണ്ടും തീരെ ഉപേക്ഷിക്കാൻ കഴിയാത്തതായതുകൊണ്ടാണല്ലോ ആളുകൾ നിങ്ങൾ പ്രതികരിക്കാത്തത്. ഇവരൊക്കെ ഭയന്നിട്ടല്ലല്ലോ. അപ്പൊ ഇവിടെ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും വൈസ്രോയിയുടെ നടപടി സ്വീകരിക്കാൻ പാടില്ല. ഇതെപ്പോഴാണ് ഈ രാജ്യം വൈസ്രോയിയുടെ കയ്യിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ലേ. നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത് കണ്ടത്. അപ്പോ ഒരു അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ വന്നുപോയത്. കാരണം യാതൊരു വിധത്തിലുള്ള ആലോചനയോ അല്ലെങ്കിൽ ഒരു അന്വേഷണങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ നൽകാതെ ഒരു സുപ്രഭാതത്തിന് ഇത് കട്ട് ചെയ്ത് വിടുക എന്ന് പറയുന്നത് തികച്ചും ഒരു വല്ലാതെ എന്താ പറയുക പൈശാചിക നടപടി തന്നെയാണ്. അത് ആരായിരുന്നാലും അയാളൊക്കെ ഏത് തരത്തിലുള്ള ഇതാണോ അതിന് വന്നിട്ടുള്ളത്, ഏത് സമ്മർദ്ദം വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആരായിരുന്നാലും ആ ചെയ്യുന്നത് മര്യാദയാവണം. മര്യാദയില്ലാത്ത കാര്യങ്ങൾ ചെയ്തതെന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ശക്തമായി എതിർക്കുകയാണ്. ആ എതിർക്കുക എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമ നടപടിയേക്കാൾ ഈ ഉദ്യോഗസ്ഥന് ആരാണ് അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് നടപടി വേണം. അത് നിർബന്ധമാണ്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാകുന്നത് വരെ ചിലപ്പോൾ സമരം നടത്തേണ്ടി വന്നാൽ നമ്മൾ നടത്തേണ്ടി വരും. അങ്ങനെ ഒരു സമരം നടത്താൻ നിങ്ങൾ നിർബന്ധിതരാണെങ്കിൽ നിങ്ങളുടെ സമരത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും STU സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ പേരിൽ മാത്രമല്ല ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. മറ്റു കൂടുതൽ സംസാരിക്കുന്നതിന് ഒരുപാട് ആൾ സംസാരിക്കാനുണ്ട്. നിങ്ങളൊക്കെ വിഷയങ്ങളെല്ലാം പലരും സംസാരിച്ചത് കൊണ്ട് അതിലേക്കെല്ലാം കടന്ന് സമയം പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകർ എനിക്ക് കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊരുവെയിലത്ത് നമ്മളിങ്ങനെ എന്താ പറയാ ക്ഷീണിച്ചു നിൽക്കുന്നതിന് പകരം ഞാൻ വഴിപാടി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും ഹൃദയബോധം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ചെയ്യും. ഈ ധർണയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ശശികുമാർ, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി മേയർ ശ്രീമതി ഇന്ദിര മേഡം, അതുപോലെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള നേതാക്കളെ,
സന്നിഹിതരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, കേബിൾ TV ഓപ്പറേറ്റർമാരെ, ഇന്ന് ഇത്തരത്തിലൊരു സമരത്തിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രളയകാലത്തും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ കാലത്തുമൊക്കെ ഈ നാടിന് ചെയ്തിട്ടുള്ള മഹത്തായ സേവനങ്ങളുടെ പേരിൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരും ഈ സമൂഹത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വിഭാഗമാണ് KSEB. എന്നാൽ ഇത്തരത്തിലുള്ള ഈ KSEBക്കകത്ത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ, ഇവിടെ സൂചിപ്പിച്ച ശരത്തിനെ പോലുള്ള പുഴുക്കുത്തുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശക്തമായി എതിർക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കേരളത്തിനകത്ത് നമ്മുടെ ഇന്റർനെറ്റ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, അതിന്റെ പ്രസക്തി എത്രമാത്രമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നേപ്പാളിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. അത്രമാത്രം ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റർനെറ്റ് വ്യാപരിച്ചു കിടക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് അതിക്രൂരമായ രൂപത്തിൽ ഒട്ടും മര്യാദയില്ലാതെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായ ഒരു ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥനെ ക്രിമിനൽ നടപടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുമുള്ള നടപടികൾ വേണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത ആ ക്രൂരകൃത്യത്തിന്റെ ആഴം മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമരമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമല്ല അദ്ദേഹത്തിനെതിരെ വേണ്ടത് എന്നും, ഈ ജനാധിപത്യത്തോടുള്ള ഈ നിയമവ്യവസ്ഥയോടുള്ള മര്യാദയുടെ പേരിലാണ് നിങ്ങളിങ്ങനെ സംയമനം പാലിച്ചിട്ടുള്ള ഈ ജനാധിപത്യ സമരത്തിന് തയ്യാറായിട്ടുള്ളതെന്നും ഞാൻ വിശ്വസിക്കുക. എന്റെ അഭിപ്രായം, ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും ആ കൈകൾ നിങ്ങൾക്ക് നേരെ ഉയരാത്ത വിധം അടിച്ചൊതുക്കുന്ന രൂപത്തിലുള്ള സമര പരിപാടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇത് നിരന്തരമായി ഈ പീഡനം തുടരുകയാണെങ്കിൽ അതിന് മാത്രമായ ഒരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലുള്ള നെറികേട് കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തമായ നടപടി, ആ കൈ പിന്നീട് ഉയരാത്ത വിധത്തിൽ, ഇത് മാത്രമല്ല ഒരനീതിക്ക് വേണ്ടിയും ആ കൈ ഉയരാത്ത വിധത്തിലുള്ള കർശനമായ നടപടികൾ കായികമായി തന്നെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ധർണാ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മാഡം ഇന്ദിര മാഡം, അതുപോലെ തന്നെ ഈ ധർണാ സമരത്തിൽ ഇവിടെ വന്ന് വിവാദമർപ്പിച്ച് സംസാരിച്ച വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ, സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഐതിഹാസിക സമരങ്ങളുടെ ചരിത്രമിറങ്ങുന്ന ഈ മണ്ണിൽ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ പൊരുവയിലത്ത് ഇത്തരമൊരു നീതിക്ക് വേണ്ടിയുള്ള ഒരു ധാർമ്മിക സമരം നടത്തുവാനുണ്ടായ കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. സ്വന്തം അവകാശങ്ങളെ പറ്റി ഉത്തമ ബോധ്യമുള്ളവനെ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ഉയരാതെ നാവും ഉയരാതെ കൈകളും അടിമത്തത്തിൻ്റെതാണെന്ന് എന്ന് നമ്മളെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു ധാർമ്മികമായ ഒരു സമരമാണ്. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നേതാക്കന്മാരുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏറ്റവും ക്രൂരമായ വാക്കുകൾക്കപ്പുറം സൂചിപ്പിക്കപ്പെടാത്ത ഒരു അനീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ KSEB ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ട തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ ഇടയിൽ ഒരിക്കലും ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം, ഒരു കേബിൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സമൂഹത്തിന് ആകെ ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. അത് മനസ്സിലാക്കാതെ ഈ ക്രൂരകൃത്യം ചെയ്ത ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ടപോലെ ആ ഉദ്യോഗസ്ഥ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് മുമ്പ് തൊട്ട് സംസാരിച്ച പ്രിയപ്പെട്ട വ്യാപാരി നേതാവ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ കൈകൾ ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതിന് ഒരിക്കലും ഇടവരാതെ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തു നിന്നും അതിനു വേണ്ടിയുള്ള ആ പ്രതിഷേധത്തിൽ വ്യാപാര വ്യവസായ സമിതിയുടെ എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.
ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ശിവകുമാർ, ഇപ്പോൾ നമ്മുടെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പൊരിവേനത്ത് പോലും ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഈ അനീതിക്കെതിരെ ഞങ്ങളോടൊപ്പം നിന്ന് പോരാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. നമ്മൾ ഓർക്കണം, നിയമാനുസൃതം കൃത്യമായ കോടിക്കണക്കിന് രൂപ കേരള സർക്കാരിന് സംഭാവന ചെയ്തുകൊണ്ട് ഞങ്ങൾ തോളോട് തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്നിട്ട് ചില കൃപികീടങ്ങൾ അല്ലെങ്കിൽ മനോധര തെറ്റിയ ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും അവർക്ക് കിട്ടുന്ന സേവനങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇന്റർനെറ്റിന്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്നത്. ഇന്ന് വിദേശത്തേക്ക് തൊഴിൽ തേടുന്നതുകൊണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും എക്സാം അറ്റൻഡ് ചെയ്യുന്നവരും എന്തിന് അക്ഷയ ഹോട്ടലുകൾ, നമ്മുടെ സാമൂഹികപരമായ മറ്റു ക്യാമറകൾ, എല്ലാ സംവിധാനങ്ങളും ഈ ഒരു സംവിധാനം ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ആവശ്യമായ സർവീസിൽ അതിനെ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് ക്രൂരമായിട്ട് ചെയ്യാൻ മറ്റൊരു മനുഷ്യ സഹജമായിട്ടൊരു വ്യക്തികൾക്ക് സാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള ശരത് എന്ന ഈ ഉദ്യോഗസ്ഥൻ കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെയുടെ മുന്നിൽ സംസാരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ജയകൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്ന് നമ്മളറിയാം, കേരളം ഏറ്റവും അധികം പ്രതിസന്ധിയിൽ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയെ അതിന് പരിഹാരം എന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സോളാർ പ്രോജക്റ്റുകളെ അദ്ദേഹം എല്ലാ രീതിയിലും അതിനെ തുടങ്ങാൻ വെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി. ഏറ്റവും അധികം സൗഹാർദ്ദപരമായിട്ട് സോളാർ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന സഹകരണപരമായി പ്രവർത്തിച്ചു പോകേണ്ട ഒരു വകുപ്പാണ് KSEB. എന്നാൽ ഏതാണ്ട് 30-40% നിലവിലെ ഊർജ്ജം ആ രംഗത്ത് തന്നെ ഉത്പാദിപ്പിക്കുകയും KSEBയുടെ സമാന്തര ഊർജ്ജ ഒരു ഉത്പാദന രേഖമായിട്ട് പ്രവർത്തിക്കേണ്ട ആ ഒരു ഭാഗത്തെ ഇത്തരത്തിലുള്ള പുഴുക്കൊത്ത് പിടിച്ച ചില ഉദ്യോഗസ്ഥന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അനവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴും അദ്ദേഹം അതിനൊന്നും അനുമതി കൊടുക്കാതെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അതായത് ഈ പ്രസ്ഥാനത്തെ ആ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നഷ്ടത്തിന്റെ കോണിലേക്ക് തന്നെ തള്ളിയെടുത്ത രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചില നീചമായ പ്രവൃത്തിയാണ് ഇത്തരം ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമ്മൾ കാണിക്കാൻ കഴിയുന്നത്. KSEBയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കില്ല. ഒത്തിരി നല്ല മനസ്സുകളും സൗഹാർദ്ദ മനസ്സുകളും നല്ല സാമൂഹ്യ സേവന രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ എല്ലാ സേവനത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുഴുക്കൊത്തുകൾ കയറി നമ്മുടെ ഈ സമൂഹത്തിന് ഒരു ശാപമായി തീരുന്ന രീതിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സോളാർ പോലുള്ള പ്രോജക്റ്റുകളെ പരസ്യമായിട്ട് തന്നെ അദ്ദേഹം എതിർത്തുകൊണ്ടും അതിനെ കിട്ടുന്ന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന അനുമതികൾ വെച്ച് തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് സമൂഹത്തിന് ശാപമായി തീരുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും ഈ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൂടാ, ഈ സമൂഹം അനുവദിച്ചുകൂടാ. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനോട് നമുക്ക് താല്പര്യമുള്ളവര്, അവരിൽ വിശ്വസ്തത അർപ്പിക്കുന്നവര്, കടപ്പാടുള്ളവര് എന്താണെങ്കിലും ഈ ഐക്യദാർഢ്യ സമരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള പുഴുക്കൊത്തുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിവിടാനുള്ള മുഴുവൻ ശ്രമത്തിനും ഞങ്ങളോടൊപ്പം നിങ്ങൾ പങ്കുചേരണം. നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം. ബഹുമാന അധ്യക്ഷൻ, അതുപോലെ ഉദ്ഘാടക ബീനിര, മറ്റ് ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രമുഖര്, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ന് ഈ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ടാവും. ഇത്തരം ഉദ്യോഗസ്ഥരെ, നമ്മുടെ KSEBക്ക് എതിരെയുള്ള സമരമല്ല, ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഒരു സമരത്തിലേക്ക് നമ്മളെ എടുത്തു ചാടിക്കുകയാണ് ചെയ്തത്. സമാധാനമായി നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോകുന്ന നമ്മളെ ഈ രീതിയിലേക്ക് എത്തിച്ച ഉദ്യോഗസ്ഥനെ എന്തിയാലും വകുപ്പ് തല നടപടി എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിയാലും അതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ വൈദ്യുതി മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും എല്ലാം പരാതി നൽകും. ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള. ഇനി ഒരു ഉദ്യോഗസ്ഥനും ഇത്തരം പ്രവൃത്തി ആവർത്തിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ ധർണ ആണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം എന്തിനാണെന്ന് ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. KSEBയുടെ കിരാത നയങ്ങളും അവരുടെ കേബിൾ ഓപ്പറേറ്റർമാരെ ദ്രോഹിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതെ ഒരുതരം മനസാക്ഷി നിരക്കുന്ന രീതിയിൽ ആണ് ഈ ഇവിടുത്തെ സബ് എഞ്ചിനീയർ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വിപത്തുകളെ, അതായത് ഇത്തരം KSEBയുടെ ഇത്തരം പുഴുക്കുത്തുകളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക്
കൃത്യമായി പൈസ അടച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന കേബിൾ TV അതുപോലെ KSEB ലൈനും പരിപാലിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ബിസിനസ് നടത്തിപ്പോകുന്നത്. അപ്പൊ ഇത്തരം പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത കിരാത നയങ്ങൾക്കെതിരെയാണ് നമ്മുടെ പ്രതിഷേധം. അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വെയിലും മഴയും നോക്കാതെ രാവും പകലും നോക്കാതെ കെട്ടിപ്പടുത്ത പ്രസ്ഥാനം COA സിന്ദാബാദ് ധർണാ സമരം സിന്ദാബാദ് COA സിന്ദാബാദ് ധർണാ സമരം സിന്ദാബാദ്. ഇന്നത്തെ ധർണാ സമരത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ജില്ലാ സെക്രട്ടറി ശശികുമാർ, അതുപോലെ തന്നെ ഈ ധർണാ സമരത്തിന് സ്വാഗതം പറഞ്ഞ MR ജില്ലാ സെക്രട്ടറി, ഉദ്ഘാടനം ചെയ്ത P. ഇന്ദിര ഡെപ്യൂട്ടി മേയർ, അഭിവാദ്യ പ്രസംഗം ചെയ്ത മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ, അതുപോലെ തന്നെ ഇന്നത്തെ ധർണാ സമരത്തിൽ പങ്കെടുത്ത കേബിൾ TV ഓപ്പറേറ്റർമാരെ, കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഇതുപോലെ നമ്മുടെ ഫൈബർ 24 FM അതുപോലെ തന്നെ 12 FM KSEB ഉദ്യോഗസ്ഥന്മാർ നശിപ്പിച്ച ഒരു വിവരം വാട്സപ്പ് മുഖാന്തരം നമ്മുടെ ഓപ്പറേറ്റർമാർ അറിയുകയും വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഈ ധർണാ സമരവും അതുപോലെ തന്നെ പ്രകടനവും വളരെ വിജയകരമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന് ധർണാ സമരത്തിന് അധ്യക്ഷൻ വഹിച്ച നമ്മുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ശശികുമാർ അദ്ദേഹത്തിന് ഈ ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇന്നത്തെ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് P. ഇന്ദിര ഡെപ്യൂട്ടി മേയർ അവർക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. ചടങ്ങില് സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി MR രജീഷ് അവർക്ക് ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. അഭിവാദ്യ പ്രസംഗം നടത്തിയ ഡോക്ടർ ജോർജ് പ്ലാത്തോടം INDC ജില്ലാ പ്രസിഡന്റ്, P. നാരായണൻ AITC ജില്ലാ ട്രഷറർ, രാജൻ PV PMS ജില്ലാ വൈസ് പ്രസിഡന്റ്, MA കരീം STO ദേശീയ വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ്, അബ്ദുൽ റഹ്മാൻ വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ജയകൃഷ്ണൻ K. COA സംസ്ഥാന കമ്മിറ്റി എന്നിവർക്കും ഈ ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. അതോടൊപ്പം ഇവിടെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ മുഴുവൻ ആളുകൾക്കും ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ ചെറിയൊരു മെസ്സേജ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ചെറിയൊരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ തന്നെ ഈ ധർണാ സമരം വൻ വിജയിപ്പിക്കാൻ വേണ്ടി ജില്ലയുടെ പല ഭാഗത്ത് നിന്നും എടുത്തുചേർന്ന മുഴുവൻ ഓപ്പറേറ്റർമാർക്കും ഈ ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ഈ വിവരം ടെലികാസ്റ്റ് ചെയ്യുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഈ ചടങ്ങിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പ്രതിഷേധ ധർണ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി നിയമപരമായിട്ടും മറ്റു രീതിയിലുള്ള എല്ലാ പരിപാടിയിലും ജില്ലാ കമ്മിറ്റി ഇതിന്റെ മുൻപന്തിയിൽ നിന്നിട്ട് തന്നെ ഇതിനൊരു ന്യായമായ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ അതിന്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇനിയും ആവശ്യമാണെങ്കിൽ ഇതുമാതിരിയുള്ള പ്രതിഷേധ ധർണയോ പിക്കറ്റിംഗ് അതുമാതിരിയുള്ള കാര്യങ്ങൾ തുടരുന്നതാണ് ഇവിടെ പറയാനുള്ളത്. ഈ പ്രതിഷേധ ധർണ ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിച്ചതായി എല്ലാവരും അറിയിക്കും.